ഹലോ ഡി ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണം എക്സാം സ്റ്റഡി പ്ലാനാണ്. ഓക്കെ, ഈ ഒരു ഓണം എക്സാം സ്റ്റഡി പ്ലാൻ പ്രത്യേകിച്ച് നമ്മുടെ +2 സ്റ്റുഡൻസിന് വേണ്ടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഓണം എക്സാം സ്റ്റഡി പ്ലാനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫിസിക്സിൻ്റെ 4 ചാപ്റ്റേഴ്സിനെയും, അതായത് ഓണം എക്സാമിൽ വരുന്ന ഫിസിക്സിൻ്റെ മെയിനായിട്ടുള്ള 4 ചാപ്റ്റേഴ്സിനെ പറ്റിയും അതെങ്ങനെയൊക്കെ നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഈ ഉള്ള ടൈമിൽ പഠിച്ചെടുക്കാൻ പറ്റും എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലാനിലേക്ക് കിടക്കാം. ഓക്കെ, ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നിങ്ങളുടെ സൗകര്യത്തിനും നിങ്ങളുടെ ഇഷ്ടത്തിനും അനുസരിച്ച് എന്ത് ചെയ്യാവുന്നതാണ്, മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ പറഞ്ഞ പ്ലാന് പോലെ തന്നെ നിങ്ങൾ പഠിക്കാവുള്ളൂ എന്നൊരിക്കലും പറയില്ല. ഓക്കെ, അപ്പോൾ ഒരു 4 കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു പ്ലാനിൽ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, പ്രോപ്പർ സ്റ്റഡി, യൂട്ടിലൈസേഷൻ ഓഫ് ടൈം, പിന്നെ റിവിഷൻ, NCERT. ഓക്കെ, 5ാമത്തെ കാര്യം അത് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു പഠിച്ചതോ അല്ലെങ്കിൽ കുറച്ച് പഠിക്കാൻ കുറവുള്ളതോ, അല്ലെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, സിലബസൊക്കെ പെൻഡിങ് ആണ് എന്നുള്ളൊരു സ്റ്റേറ്റിലുള്ള ഒരു കുട്ടിക്കും നല്ല മാർക്ക് തന്നെ വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇന്ന് ഓഗസ്റ്റ് 3 ഇന്ന് മുതൽ നിങ്ങൾ ഡെഡിക്കേറ്റഡായി തന്നെ പഠിച്ചു തുടങ്ങുമെന്നും ഓഗസ്റ്റ് 15 വരെ നമുക്കറിയാം നമ്മുടെ ഓണം എക്സാം ടൈം ടേബിൾ എന്ന് പറയുന്നത് 17-ാം തീയതി മുതൽ തുടങ്ങും. 19-നാണ് നമുക്ക് ഫിസിക്സ് ഉള്ളത്. 2 ന്യൂസ് ഉണ്ട്, ഒന്ന് ഗുഡ് ന്യൂസും ഒരു ബാഡ് ന്യൂസും ആ ഒരു ദിവസത്തിൽ. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് 18-ാം തീയതി വേഗം തന്നെ, 18-ാം തീയതി നിങ്ങളുടെ എക്സാം എഴുതി കഴിഞ്ഞ് വേഗം തന്നെ നിങ്ങൾക്ക് 2 സബ്ജക്റ്റ് പഠിക്കാനുണ്ട് 19-ാം തീയതി. അത് ചെറിയൊരു ടെൻഷൻ നിങ്ങളുടെ ഉള്ളിൽ വരുത്തും, പക്ഷേ അതൊന്നും കാര്യമില്ല കേട്ടോ, ഇത് ഓണം എക്സാം തന്നെയല്ല. ഇനി ബയോളജി സയൻസുകാർക്ക് എന്ത് ചെയ്യണം, 18-ാം തീയതി കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, നേരെ ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ഫിസിക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ആയി തന്നെ 18-ാം തീയതിക്ക് ശേഷം 19-ാം തീയതിയിലേക്ക് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ് ബയോളജി സയൻസുകാർക്ക്. ഓക്കെ, ഇനി നമുക്ക് ഓണം എക്സാമിന് നമുക്ക് ആദ്യത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം വേണ്ട പ്രോപ്പർ സ്റ്റഡിയാണ്. ഓക്കെ, എന്താണ് പ്രോപ്പർ സ്റ്റഡി എന്ന് പറയുന്നത്? നമുക്കറിയാം, നമുക്ക് ഒരു കുട്ടിക്കും, ഓക്കെ, അത് ഏത് ക്ലാസ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, ഒരു കുട്ടിക്ക് ശരിയായിട്ടുള്ള രീതിയിൽ പഠനം പ്രിപ്പറേഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു എക്സാം എന്ത് ചെയ്യാൻ സാധിക്കില്ല, ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. അത് എൻട്രൻസ് ആയിക്കോട്ടെ, ചെറിയ ഓണം എക്സാം പോലെയുള്ള എക്സാം ആയിക്കോട്ടെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണ്, പ്രോപ്പർ സ്റ്റഡിയാണ്. ഓക്കെ, പ്രോപ്പർ സ്റ്റഡി. ഇനി ഈ ഒരു പോയിന്റ് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും, എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 3 അപ്രതീക്ഷിതമായൊരു ഹോളിഡേ ആയിരുന്നു. ഇതുപോലെയുള്ള ഹോളിഡേയ്സ് കിട്ടാൻ ഇനിയും ചാൻസ് ഉണ്ട് അല്ലേ. തീർച്ചയായും. പക്ഷേ അതിനുപരി നമുക്ക് സ്കൂളിൽ കുറേ ദിവസങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്കൂളുള്ള ദിവസങ്ങളും സ്കൂളില്ലാത്ത ദിവസങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളൊരു ആ ഒരു സ്കില്ല് വേണം. അതെങ്ങനെ നമ്മൾ ചെയ്യും, നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു രാവിലെ എണീറ്റു എന്ന് വിചാരിച്ചോ, ഒരു 6:30 അല്ലെങ്കിൽ ഒരു 5 to 6:30 ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ എണീറ്റു. ഓക്കെ, എക്സാമുള്ള സമയമല്ലേ, നമുക്ക് നേരത്തെ എണീക്കേണ്ട തീർച്ചയായും. അപ്പോൾ ഒരു 6:30 ഉള്ള സമയത്ത് നമ്മൾ എണീറ്റു. ഓക്കെ, നേരത്തെ ഒന്നും എണീക്കാൻ പറയില്ല. ഓക്കെ, ഒരു 6:30 എന്നുള്ള സമയം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എണീറ്റു എന്ന് വിചാരിച്ചോ. അതിന് ശേഷം നമ്മൾ ഒരു ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തിട്ട് നമുക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് അത്യാവശ്യം രാവിലെ പഠിക്കാൻ സൂട്ടബിളായിട്ടുള്ള മാത്സും ഫിസിക്സുമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു വെച്ചാൽ, ഈ ഒരു കൺസെപ്റ്റ് ഓറിയൻറ്റഡായിട്ടും ന്യൂമറിക്കൽസ് കുറേയുള്ള 2 സബ്ജക്റ്റുകളാണ് മാത്സും ഫിസിക്സും എന്ന് പറയുന്നത്. വളരെയധികം കോൺസെൻട്രേഷനോട് കൂടി തന്നെയാണ് നമുക്ക് ആ ഒരു സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ രാവിലെ എണീറ്റ് നമുക്ക് സ്റ്റഡി സ്ലോട്ട് 1 എന്ന് ആ ഒരു ടൈമിന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒരു 5:30 to 6 അതുമുതൽ ഒരു 7:30 വരെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം നമ്മുടെ ഫിസിക്സും മാത്സും പോലെയുള്ള സബ്ജക്റ്റ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് അറിയാത്തതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിനുള്ളിൽ, ഇപ്പോൾ മാത്സിൻ്റെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നിങ്ങൾക്ക് അറിയില്ല വിചാരിച്ചോ, അത് കുറച്ചായി നമുക്ക് ആ ഒരു ദിവസങ്ങളിൽ രാവിലെ പഠിച്ചു തുടങ്ങാം. പിന്നെ ഫിസിക്സിന് എന്താ അറിയില്ല, മൂവിങ് ചാർജസ് മാഗ്നറ്റിസം അറിയില്ല എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഡെറിവേഷൻ അറിയില്ല എന്ന് വിചാരിച്ചോ,
ഓക്കെ, അതൊക്കെ രാവിലെ എണീറ്റ് നമുക്ക് സുഖമായി തന്നെ പഠിച്ചെടുക്കാവുന്നതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും പിന്നെ അതേപോലെ തന്നെ നമ്മളും ഫ്രഷ് ആയിരിക്കും. ഓക്കെ, കാരണം രാവിലെ എണീറ്റ് വരുന്നു, നിങ്ങൾക്ക് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബുക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു നല്ലൊരു ബെനിഫിറ്റ് അല്ലേ ആ ഒരു ടൈം? യെസ്, തീർച്ചയായും. ഇതാണ് നമ്മുടെ സ്റ്റഡി സ്ലോട്ട് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷം നമ്മളൊരു സ്കൂളുള്ള ദിവസമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായും സ്കൂളിൽ പോവും. ഓക്കെ, സ്കൂളിൽ പോയതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 5 മണിക്ക് വീട്ടിലെത്തിയാണ്. ഓക്കെ, 5 മണിക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബ്രേക്ക് എടുക്കുന്നു. ഒരു 6 മണിക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റഡി സ്ലോട്ട് തുടങ്ങുന്നു. ദാറ്റ് ഈസ് സ്റ്റഡി സ്ലോട്ട് 2. ഓക്കെ, ഇനി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഇനിയുള്ള 3 സബ്ജക്റ്റുകളാണ് നമ്മുടെ കയ്യിൽ ഇനിയുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കെമിസ്ട്രിയാണ്, പിന്നെ ഒന്ന് നമ്മുടെ ബയോളജിയാണ്, പിന്നെ നമ്മുടെ ലാംഗ്വേജസ്. ഓക്കെ, കെമിസ്ട്രി, ബയോളജി ആൻഡ് ലാംഗ്വേജ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടാക്കിയോ, അതായത് സമയം നിങ്ങളുടെ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ആ ഒരു സ്റ്റഡി സ്ലോട്ടിൽ ഈ 3 സബ്ജക്റ്റും പഠിക്കാവുന്നതാണ്. കാരണം രാത്രി ഈ ഒരു സ്റ്റഡി സ്ലോട്ട്, അതായത് ഒരു 6 മണി സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റഡി സ്ലോട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഡിന്നറിനൊക്കെ ബ്രേക്ക് എടുത്ത് അത്യാവശ്യം ചിലപ്പോൾ ഫോൺ നോക്കാനൊക്കെ ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂറോ നിങ്ങൾക്ക് ബ്രേക്ക് എടുത്ത് സുഖമായി 10 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 സബ്ജക്റ്റുകൾ, അതായത് കെമിസ്ട്രി, ബയോളജി ആൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇനി ഇതെന്തുകൊണ്ട് അത് രാത്രിയാക്കിയത് ഈ ഒരു സ്റ്റഡി സ്ലോട്ട് 2 ഈ 3 സബ്ജക്റ്റിന് വേണ്ടി? കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ ഫിസിക്സിനും മാത്സിനും നമുക്ക് ഇടേണ്ട എഫേർട്ട് നമുക്ക് കെമിസ്ട്രിക്കും ബയോളജിക്കും ബാക്കിയുള്ള ലാംഗ്വേജസിന് ഓഫ് കോഴ്സ് ഇടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂമറിക്കൽസ് പൊതുവേ നമ്മുടെ കെമിസ്ട്രിയിലൊക്കെ എന്താണ് കുറവാണ്. അറിയാം, ഇലക്ട്രോ കെമിസ്ട്രിയിലും മറ്റേ നമ്മുടെ സൊല്യൂഷൻസിലൊക്കെ എന്തുണ്ട്, ന്യൂമറിക്കൽസ് ധാരാളമുണ്ട്. പക്ഷേ നമ്മുടെ ഫിസിക്സിൻ്റെ ഡെറിവേഷനും മാത്സിലെ ന്യൂമറിക്കൽസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റഡി സ്ലോട്ട് 2-ൽ ബയോളജി തിയററ്റിക്കലായി പഠിക്കാനുള്ളതാണ്. കൺസെപ്റ്റ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് ന്യൂമറിക്കൽസിലൂടെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായും ഇല്ല. ഒരു പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതല്ലേ? അതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡി സ്ലോട്ട് 2-ൽ കെമിസ്ട്രിയും ബയോളജിയും ലാംഗ്വേജും ഓക്കെ നമ്മൾ അവിടെ പഠിക്കുന്നു. ഇനി ലാംഗ്വേജിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ വായിക്കാനുണ്ട്. അത് വളരെയധികം നല്ലതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് രാവിലെയാണ് വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സ്ലോട്ട് 1 ലാംഗ്വേജ് ആക്കാം. കെമിസ്ട്രി രാവിലെയാണ് പഠിക്കാൻ ഇഷ്ടമെങ്കിൽ, അഥവാ ഫിസിക്സിനെ കഴിഞ്ഞും ഹാർഡ് നിങ്ങൾക്ക് കെമിസ്ട്രി ആണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കെമിസ്ട്രി സ്റ്റഡി സ്ലോട്ട് 1-ൽ നമുക്ക് പഠിക്കാം. ഓക്കെ, യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ആദ്യത്തെ കേസ്. ഓക്കെ, സ്കൂളുള്ള ദിവസത്തിൻ്റെ. ഇനി സ്കൂൾ ഇല്ലാത്ത ദിവസത്തിൻ്റെയോ? സ്കൂളില്ലാത്ത ദിവസത്തിലാണ് നിങ്ങളുടെ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ഓക്കെ, രാവിലെ ഇത്രയും കൂടി നേരത്തെ എണീക്കുക. ഒരു 5 മണിയാകുമ്പോൾ നിങ്ങൾക്ക് എണീക്കാം അല്ലേ? തീർച്ചയായും. അല്ലെങ്കിൽ ഒരു 5:30 ആകുമ്പോൾ നമുക്ക് എണീക്കാം. ഓക്കെ, ഇതേ ടൈമിൽ തന്നെ നമ്മൾ എണീറ്റു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബുക്ക് എടുക്കുന്നു. ഓക്കെ, ഈ ഒരു ആഴ്ചത്തെ കാര്യം മാത്രമാണ് കേട്ടോ. ഓക്കെ, രാവിലെ തന്നെ എണീറ്റ് പഠിക്കാൻ അത്യാവശ്യം ഒരാൾക്കും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഓണം എക്സാം അടുത്തായതുകൊണ്ടും വളരെയധികം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു എക്സാം നമുക്ക് എഴുതേണ്ട ആ ഒരു സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബുക്ക് എടുത്ത് രാവിലെ ഇരുന്ന് പഠിക്കുന്നു. ഓക്കെ, ഹോളിഡേയ്സ് സമയത്തും പിന്നെ സ്കൂളുള്ള സമയത്തും. അപ്പോൾ ഹോളിഡേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഷെഡ്യൂൾ ചെയ്തു, ടൈം ടേബിൾ ഉണ്ടാക്കി, കുറച്ച് ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് നമുക്കറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം, എന്നെ കഴിഞ്ഞ് നിങ്ങൾക്കറിയാം. കാരണം കുറച്ചും കൂടി നമ്മുടെ പഠനത്തിൻ്റെ ബേസിസിൽ അഡ്വാൻസ് ആയിട്ട് നിൽക്കണം നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പോമോഡോറോ ടെക്നിക്ക്, ഓക്കെ, പിന്നെ അതേപോലെയുള്ള കുറേ ടെക്നിക്ക് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ആ ഒരു ദിവസം ഏകദേശം എന്ത് ചെയ്യുക, ഫുൾ ടൈം പഠിക്കുക അല്ലേ? ഈ ഒരു ആഴ്ചത്തെ കാര്യം മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു കേസാണ് നമ്മൾ പ്രോപ്പർ സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു കേസിൽ ഈ ഒരു ആദ്യത്തെ പോയിന്റിൽ നമ്മൾ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളില്ലാത്ത ദിവസം സ്കൂളിലുള്ള ദിവസത്തിൻ്റെ പ്ലാൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി യൂട്ടിലൈസേഷൻ ഓഫ് ടൈം എന്നാണ് രണ്ടാമത്തെ കാര്യം. യൂട്ടിലൈസേഷൻ ഓഫ് ടൈം നമ്മൾ പറഞ്ഞു പ്രോപ്പർ സ്റ്റഡി എന്ന് അല്ലേ? പ്രോപ്പർ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്നായി പഠിക്കണം എന്ന് തന്നെയാണ് അല്ലേ? പക്ഷേ ആ പഠനം കൂടുതലായാലും പ്രശ്നമാണ്. യൂട്ടിലൈസേഷൻ ഓഫ് ടൈം, ഇപ്പോൾ നിങ്ങൾ ജൂണിൽ തന്നെയാണ് പഠിക്കുന്നതെന്ന് വിചാരിച്ചോ, ഇഷ്ടംപോലെ സമയമുണ്ട്, നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിനൊക്കെ ഇഷ്ടംപോലെ സമയം എടുത്ത് നമുക്ക് പഠിക്കാം. പക്ഷേ ഇത് ഓഗസ്റ്റ് 17 നിങ്ങൾക്ക് എക്സാം ഉണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഇനി നമ്മുടെ പഠനം തുടരാൻ. ഒരു ചാപ്റ്ററിന് കുറച്ച് സമയം കൊടുക്കുകയും
മറ്റുള്ളൊരു ചാപ്റ്ററിന് ഏറ്റവും സമയം കൊടുക്കുകയും ചെയ്താൽ അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. ഓരോ ചാപ്റ്റേഴ്സിനും ഈക്വലായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ടൈം അവിടെ കൊടുക്കേണ്ട കാര്യം ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം ലിമിറ്റഡാണ്. ഓക്കെ, അപ്പോൾ അറിയാത്ത ചാപ്റ്ററിന് കൂടുതൽ ടൈം ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. അറിയുന്ന ചാപ്റ്റർ റിവൈസ് ചെയ്യുകയും അറിയാത്ത ചാപ്റ്ററിൻ്റെ അത്യാവശ്യം നിങ്ങൾക്ക് ഇനി മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു ടൈമിൽ ഇനി നമ്മുടെ ഉള്ളിൽ കയറുന്ന കൺസെപ്റ്റുകൾ മാത്രം പഠിക്കുകയും തുടർന്ന് ഫർദർ ക്വസ്റ്റ്യൻസ് ചെയ്യുകയുമാണ് ഏറ്റവും നല്ല ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ചാപ്റ്ററിൻ്റെ അറിയാത്ത ചാപ്റ്റർ ഇപ്പോൾ ഫിസിക്സിൽ നിങ്ങൾ എടുത്തോ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അറിയില്ല. ഓക്കെ, ഇതിലുള്ള ആംബിയേഴ്സ് ലോ എന്താണെന്ന് അറിയില്ല, അതൊന്നും അറിയില്ല വിചാരിച്ചു. നിങ്ങൾക്ക് അതിൻ്റെ തിയറി ഇനി പഠിച്ചെടുക്കാൻ സമയമില്ല. അതിന് വരുന്ന ന്യൂമറിക്കൽസും പിന്നെ അതേപോലെ തന്നെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസും PYQ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. ബാക്കി പിന്നെ നിങ്ങൾക്ക് ബാക്കി അറിയാവുന്ന 3 ചാപ്റ്റേഴ്സ് നന്നായി അറിയാമെന്ന് വിചാരിച്ചോ, അതൊക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ യൂട്ടിലൈസേഷൻ ഓഫ് ടൈം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം തീർച്ചയായും റിവിഷനാണ്. ഓക്കെ, നിങ്ങൾ ഓഗസ്റ്റ് 3 ഇന്ന് മുതൽ 15-ാം തീയതി വരെ പഠിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അതൊന്നുകൂടി പഠിക്കാനുള്ള സമയം കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം നിങ്ങൾ ഈ ഒരാഴ്ചയിലിരുന്ന് പഠിച്ചു എന്ന് വിചാരിച്ചോ. പക്ഷേ അത് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ എക്സാം ഹാളിൽ പോകുമ്പോൾ അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ ആ ചാപ്റ്ററിനോട് പരിചയമുണ്ടാവുള്ളൂ. ഓക്കെ, ആദ്യം പഠിച്ചു, വേഗം അത് നോട്ടിൽ എഴുതി, നിങ്ങൾ വേഗം പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ അതും ഒരു ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്, അത് ചെയ്യരുത്. ഓക്കെ, ഇനി എങ്ങനെ റിവൈസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്ററൊക്കെ ഈ പറഞ്ഞ പോലെ PYQ ഒക്കെ റിവൈസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ അറിയുന്ന ചാപ്റ്റർ എല്ലാം വേഗം തന്നെ, നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റർ ആണെങ്കിൽ വേഗം തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കും. മിനിമം 1 to 2 അല്ലെങ്കിൽ വേണ്ട 2 to 3 പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. 2 ഏറ്റവും നല്ലത്. ഓക്കെ, 3 പോകണമെന്ന് ഞാൻ പറയുന്നില്ല, 2 പ്രാവശ്യമെങ്കിലും ഏകദേശം മിനിമം നിങ്ങൾ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു 3 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കേസിൽ. ഓക്കെ, ഇപ്പോൾ സാധാ ഒരു നമുക്ക് ഗവൺമെൻറ്റാണ് ഈ വർഷം നമുക്ക് എക്സാം ഉള്ളത് പറഞ്ഞു. ഇതാ നിങ്ങൾക്ക് ഇവിടെ ടൈം ടേബിളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഗവൺമെൻറ്റാണ് നമുക്കിവിടെ ടൈം ടേബിൾ സെറ്റാക്കണം. അപ്പോൾ ഗവൺമെൻറ് ആയിട്ടുള്ള ഒരു പേപ്പറായിരിക്കും ഓൾ റൗണ്ട് കേരളയിൽ നമുക്കിവിടെ കിട്ടാൻ പോകുന്നു. ഓക്കെ, ഇനി 3 കേസുണ്ട്. ചിലപ്പോൾ പേപ്പർ ഈസി ആവും, ചിലപ്പോൾ പേപ്പർ മീഡിയം ആവും, ചിലപ്പോൾ പേപ്പർ നല്ല ഹാർഡാവും. ഓക്കെ, ഈസി മീഡിയം കേസിൽ നമ്മൾ ഈ ഒരു 3 കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നല്ല മാർക്ക് തന്നെ വാങ്ങാൻ സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ഹാർഡായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകും. അതാണ് അതിൻ്റെ ഉത്തരം ആണ് നമ്മുടെ NCERT എന്ന് പറയുന്നത്. NCERT നിങ്ങളുടെ സിലബസിലത്തെ ബുക്ക്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ നോട്ട്സ്, അതായത് ഓൺലൈനിലോ നിങ്ങൾ സ്കൂളിൽ ടീച്ചർമാർ പഠിപ്പിക്കുന്ന നോട്ട്സ് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുന്നുണ്ടാവുന്നത് അല്ലേ. യെസ്, ഇനി NCERT ബുക്ക് എന്ന് പറഞ്ഞൊരു സിലബസിൽ നിന്നാണ് നിങ്ങളുടെ +2 ഇവിടെ ഉള്ളത് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. യെസ്, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള PDF-ഉം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് എന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് എടുത്ത ശേഷം നമ്മുടെ ഫിസിക്സ് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും PDF നമുക്ക് അവിടെ ഓൺലൈനിൽ ലഭിക്കും. വെബ്സൈറ്റിൽ ലഭിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് NCERT സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ NCERT വരാൻ ചാൻസുള്ള 4 ചാപ്റ്റേഴ്സിൻ്റെ +2 4 ചാപ്റ്റേഴ്സിൻ്റെ PDF ഞാൻ താഴെ കൊടുക്കുന്നുണ്ടാവും. +1ൻ്റെയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറക്കരുത്, താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ടാവും NCERT സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, +1 and +2 റെഡി. യെസ്, ഇനി നിങ്ങൾക്ക് അത്യാവശ്യം ചാപ്റ്റേഴ്സ് അറിയില്ല എന്ന് വിചാരിച്ചോ, വേഗം തന്നെ അത് പഠിച്ചെടുക്കണം. അല്ലെങ്കിൽ എല്ലാം അറിയാം, ഒന്നും കൂടി എനിക്കതൊന്ന് വേഗം തന്നെ റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് നോട്ട്സിൻ്റെ ലിങ്കും നമ്മളിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലും പോയി ആ 2 റിസോഴ്സും എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, 10ാം ക്ലാസ് SSLC ഷോർട്ട് നോട്ട്സ് മാത്രമേ അവിടെ ഇല്ലാത്തുള്ളൂ. +1 +2 ഷോർട്ട് നോട്ട്സ് ഉണ്ട്. ഇന്ന് ഞാൻ +1 +2 ഓണം എക്സാമിന് വേണ്ടിയുള്ള NCERT സെലക്റ്റഡ് ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കത് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ 4ാമത്തെ കാര്യം NCERT സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ NCERT കൂടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്ന വേറൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമേ ഇല്ല, എന്തായാലും ചെയ്തിട്ട് പോകണം. ഓക്കെ,
5 മുതൽ ഒരു 2018-19 ആ ഒരു റേഞ്ച്, ഓക്കെ, ആ ഒരു വർഷങ്ങളിലുള്ള PYQ നിങ്ങൾ കൂടുതൽ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നല്ല മാർക്ക് തന്നെ വാങ്ങാൻ സാധിക്കും. ഇപ്പോൾ പുതിയൊരു ക്വസ്റ്റ്യൻ കണ്ടു. ഇപ്പോൾ PYQ പഠിക്കാത്തൊരു കുട്ടിക്കാണെങ്കിൽ, അല്ലെങ്കിൽ PYQ നോക്കിയിട്ട് പോകാത്തൊരു കുട്ടിക്കാണെങ്കിൽ ഈ ആ ഒരു ക്വസ്റ്റ്യൻ അവൻ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷേ PYQയും NCERT നോക്കിയൊരു കുട്ടിയാണെങ്കിൽ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ഫെമിലിയറൈസേഷൻ, ഓക്കെ, ഒരു പരിചയം ആ ഒരു ക്വസ്റ്റ്യൻ്റെ അടുത്ത് നിങ്ങൾക്ക് വരും. അപ്പോൾ സുഖമായി തന്നെ നിങ്ങൾക്ക് അത് ഓർത്തെടുത്ത് ആൻസർ എഴുതാനുള്ള കപ്പാസിറ്റി, ആ ഒരു എബിലിറ്റി നിങ്ങൾക്ക് കൂടും. അത് ഓൾറൗണ്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നമ്മുടെ പബ്ലിക് എക്സാമിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി 5ാമത്തെ കാര്യം, 10 ദിവസമുണ്ട്, ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ. ഏകദേശം 10ൽ കൂടുതലുണ്ടാവും. പക്ഷേ 10 ദിവസം നിങ്ങൾ ഈ 4 കാര്യങ്ങളുണ്ടല്ലോ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ ആ ഒരു 10 ദിവസം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും. ഡെയിലി ഈ ഒരു 4 കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുക, രാവിലെയും വൈകുന്നേരം. ഇപ്പോൾ സ്കൂളിലെ ദിവസമാണെങ്കിൽ രാവിലെ 2 മണിക്കൂർ, വൈകുന്നേരം 4 മണിക്കൂർ, 6 മണിക്കൂറുള്ള സ്റ്റഡി അവറായി. ഇനി യൂട്ടിലൈസേഷൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ അധികം ഒരു സബ്ജക്റ്റിനും അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിനും ടൈം കൊടുക്കരുത്. ഈക്വലായിട്ട് എല്ലാത്തിനും ടൈം കൊടുക്കുക. പഠിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക മതി. നമുക്കിനി സമയമുണ്ടല്ലോ തീർച്ചയായും. ഇനി റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചില്ലെങ്കിൽ കൂടി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഓക്കെ, പഠിക്കാത്ത കാര്യങ്ങൾ പോട്ടെ, പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ റിവൈസ് ചെയ്ത് വൃത്തിയായി തന്നെ വെക്കുക. ഇനി അടുത്ത NCERT നമ്മുടെ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ പേപ്പർ ഹാർഡായി നമ്മൾ എന്ത് ചെയ്യും? NCERTയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് പഠിക്കണം. ഓക്കെ, NCERT ആണ് നമ്മുടെ ആ ഒരു മാർഗം ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ കാര്യം, ഞാൻ പറഞ്ഞല്ലോ ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനെ കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ 5ാമത്തെ കാര്യം. അതാണ് സീറോ ടെൻഷൻ എന്ന് പറയും. ടെൻഷൻ ഒരിക്കലും നിങ്ങൾ അടിക്കരുത്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഓണം എക്സാം മാത്രമാണ്. ഓക്കെ, ക്രിസ്മസ് എക്സാമിൻ്റെയും കൂടി ഇമ്പോർട്ടൻസ് ഈ ഓണം എക്സാമിനില്ല. ഓക്കെ, അത് പറഞ്ഞിട്ട് പഠിക്കാണ്ടിരിക്കണോ? അല്ല, നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഈ ഓണം എക്സാം. ഓക്കെ, ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും മോഡലിനും പബ്ലിക്കിനും ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? ടെൻഷൻ ഒരിക്കലും അടിക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, സിമ്പിൾ കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സിമ്പിളി നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് +2 നല്ല മാർക്ക് തന്നെ വാങ്ങാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എനിക്കിനി പറ്റില്ല എന്നോർത്തിട്ട്, എനിക്കിനി പറ്റില്ല, ഈ എക്സാം എനിക്ക് പാടാണ്, എനിക്ക് അതൊന്നും സാധിക്കില്ല എന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഓക്കെ, +2ൻ്റെ കൂടെ എൻട്രൻസ്, JEE, NEET പോലുള്ള എക്സാം എഴുതുന്നവരാണെങ്കിൽ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ഓക്കെ, 0% ടെൻഷൻ. നിങ്ങളുടെ തലയിൽ നിന്ന് ടെൻഷൻ എടുത്ത് കളഞ്ഞോളൂ. കാരണം ടെൻഷൻ നിങ്ങളെ ഹാം ചെയ്യാൻ പോകും. ഓക്കെ, ഹാം ചെയ്തിരിക്കും. നിങ്ങളുടെ എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങളുടെ ടെൻഷനും നിങ്ങളുടെ ഫ്രസ്ട്രേഷനും നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാം. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷനും നിങ്ങളുടെ കോൺഫിഡൻസുമാണ് നിങ്ങളുടെ വെപ്പൺ. ടെൻഷൻ ഒരിക്കലും പാടില്ല. പേടി, ടെൻഷൻ ഒന്നും പാടില്ല. കോൺഫിഡൻസ് ആയി പോവുക. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, ഇനി 10 ദിവസം ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏകദേശം. ഇതാണ് നിങ്ങളുടെ സ്റ്റേറ്റ് എങ്കിൽ, ഒരു സാഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ഈ 5 കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹാപ്പി സ്റ്റേറ്റിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഫിസിക്സ് മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം? കെമിസ്ട്രിയും പിന്നെ അതേപോലെ മാത്സും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക? സുഖമായി തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് സുഖമായി തന്നെ നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യങ്ങളാണ് എന്നെയും സഹായിച്ചത്. പ്രത്യേകിച്ച് ഓണം എക്സാമിനല്ല, പബ്ലിക് എക്സാമിൽ. ഓക്കെ, അപ്പോൾ ഇതൊരു പബ്ലിക് എക്സാം ലെവൽ ഒരു പ്ലാൻ തന്നെയാണ്. അപ്പോൾ ഇത് വളരെ അധികം നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എനിക്ക് പേഴ്സണലായിട്ട് ഈ ഒരു 5 കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ തന്നെ, ഒരു കുഴപ്പമില്ലാതെ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻ്റായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്ക് തന്നെ വാങ്ങാൻ സാധിക്കും. ഓക്കെ, എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പുതിയൊരു ടൈം ടേബിളിൻ്റെ വീഡിയോ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്, അതിനിയും കണ്ടിന്യൂ ആവുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.